ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തിക വിക്രത്തിനെയും പ്രകാശനെയും കൂട്ടി പുതിയ ലേലം പിടിച്ച കമ്പനിയുടെ അവിടെ എത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇതായിരിക്കും ഇനി LK കൺസ്ട്രക്ഷൻ, ഇവൻ MD ആയിട്ട് ഇരിക്കാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. കമ്പനിയും പരിസരമൊക്കെ കണ്ട് മൊത്തത്തിൽ ഭയങ്കര അഹങ്കാരത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും കാർത്തിക പറയുന്നുണ്ട്, ഇതായിരിക്കും ഇനി LK കൺസ്ട്രക്ഷൻ, അകത്തോട്ട് വാ, കമ്പനിയും ബിസിനസ്സൊക്കെ ഇനി ഇവനായിരിക്കും നോക്കി നടത്തേണ്ടത്, ഇരട്ടി ലാഭം ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രകാശനും വിക്രമൊക്കെ പറയുന്നുണ്ട്, ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി പറഞ്ഞു തന്നാൽ മതി, ചേച്ചിയുടെ കാർത്തിക ഫുഡ്സ് പോലെ തന്നെ നമുക്ക് ഇതും വലിയ വിജയത്തിലോട്ട് തന്നെ എത്തിക്കണം എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അകത്ത് കയറുവാണ്. അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും MDയുടെ മുറിയൊക്കെ കാർത്തിക കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് MDയുടെ കസേര കാണിച്ചിട്ട് കാർത്തിക പറയുന്നുണ്ട്, ഇതായിരിക്കും നീ ഇരിക്കാൻ പോകുന്ന കസേര എന്ന് പറയുമ്പോഴേക്കും വിക്രവും പ്രകാശനൊക്കെ അതിലിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇല്ല ചേച്ചി ആദ്യം ഇരിക്കുക, ചേച്ചിയല്ലേ ഇരിക്കണ്ടേന്ന് പറയുമ്പോഴേക്കും കാർത്തിക അച്ഛനോട് പറയാം, ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ ഇവൾ തോറ്റുപോയല്ലോ അച്ഛാ, ഒരു MD ഇങ്ങനെയാണോ, നല്ല സ്റ്റൈലായിട്ട് നല്ല ധൈര്യത്തിൽ കയറി ഇരിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രകാശം പറയും, അത് മോള് പറഞ്ഞത് ശരിയാ, എന്നാലും മോളുടെ ഇതാണല്ലോ എന്ന് ഓർത്തപ്പം അതായിരിക്കും, അല്ലെ അവന് നല്ല ധൈര്യമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തിക പറയാം, അങ്ങനെയൊന്നുമില്ല, ഇനി ഇത് ഇവൻ്റെ കമ്പനിയാണ്, ഇവനാ നോക്കി നടത്തണ്ടേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൗഢി ഇവന് വേണം എന്ന് പറയുവാണ്. എന്നിട്ട് വിക്രം കസേറിലൊക്കെ കയറി ഇരിക്കുവാണ് കേട്ടോ. വിക്രത്തിൻ്റെ ഇരിപ്പ് കാണുമ്പോഴത്തേക്കും പ്രകാശം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മോനെ ഇങ്ങനെ രാജകുമാരനെ പോലെ ഒന്നിരുന്ന് കാണാനാണല്ലോ ദൈവമേ ഞാൻ ഇത്രയും കാലവും കാത്തിരുന്നതെന്ന്. അപ്പോൾ കാർത്തി പറയുന്നുണ്ട്, ഒരു രാജകുമാരൻ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പ്രകാശം പറയുവാണ്, അതേ മോളെ, അത് തന്നെ ഞാനിപ്പോൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വരുന്നേ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാർത്തിക പറയുവാണ്, രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുക, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രകാശൻ വിക്രത്തിൻ്റെ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, എൻ്റെ പെമ്മക്കൾ എന്നെ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ഭയങ്കര അഭിനയമാണ് കേട്ടോ പ്രകാശനും വിക്രമൊക്കെ, എങ്കിലും മോളെ ഞങ്ങൾക്ക് ദൈവമായിട്ട് കൊണ്ടു തന്ന അനുഗ്രഹം എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് കാർത്തിക മനസ്സിൽ പറയുവാണ്, താൻ കൂടുതൽ അഭിനയിക്കണ്ടോ, ഇവിടെ അകത്തും പുറത്തും ഫുള്ള് ക്യാമറ വെച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ കാണുന്നുമുണ്ട്, ഇനി അറിയുകയും ചെയ്യും, അറിയാതിരിക്കാനും പോണില്ല എന്നൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് കിരണും രതീഷും കൂടെ പുറത്ത് ഷോപ്പിങ്ങിന് പോയിട്ട് വരുമ്പോഴത്തേക്ക് കിരൺ രതീഷിനെ വിക്രത്തിൻ്റെ ഫോട്ടോ ഒക്കെ പ്രകാശൻ സ്റ്റാറ്റസ് ഇട്ട് കാണിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രതീഷ് പറയാം, ഒന്നെങ്കിൽ ആ പെണ്ണ് ഇയാളെക്കാളും ഫ്രോഡായിരിക്കും, അതല്ലെങ്കിൽ ആ പെണ്ണ് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും, അതല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്ന് പറയുമ്പോഴത്തേക്കും കിരൺ പറയുന്നുണ്ട്, അതെന്തേലും ആട്ടെ, നമുക്കൊരു പുതിയ ശത്രുക്കളും കൂടെ ഫീൽഡിൽ വന്നു, നമുക്ക് പരസ്പരം മത്സരിച്ച് നിൽക്കാൻ ആൾക്കാരുണ്ടാകുന്ന എപ്പോഴും നല്ലതാണ് എന്നൊക്കെ പറയുവാണ്. അതേസമയത്ത് ഈ ഫോട്ടോ കാണുന്ന കല്യാണി ചിന്തിക്കുവാണ്, ഇവർക്ക് തലയ്ക്ക് വട്ടാണോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് രാഹുൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കണ്ട് സരയു താഴോട്ട് വന്നിട്ട് പറയാണ്, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യുന്നില്ലേ, അവളിതേ പൊന്നാടയൊക്കെ മേടിച്ച് ഡൽഹിയിൽ ഭയങ്കര അടിച്ചു പൊളിച്ച് നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, മോളൊന്നും പേടിക്കണ്ട, കിരണിൻ്റെയും കല്യാണിയുടെയും ഇടയിലോട്ട് ഇപ്പം തന്നെ ഒരാൾ വരും, മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, കുറച്ച് കാശ് ചിലവുള്ള കാര്യമാണ്, മോളുടെ കയ്യിൽ നിന്ന് ചിലപ്പം കാശ് വേണ്ടി വരും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം നമ്മുടെ സരിവനാണ്, കാശും പണമൊന്നും തരുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷേ അവർ പിരിയണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് രാഹുൽ പറയും, അവർ പിരിയുകയും ചെയ്യും, എൻ്റെ മോൾക്ക് ആ സ്ഥാനത്തോട്ട് വരാനും പറ്റും എന്ന് പറയണം കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സരയുവിന് ദേഷ്യം വരുവാണ്. നമ്മുടെ സരയു ദേഷ്യം വന്ന് രാഹുലിൻ്റെ കഴുത്തിന് കയറി പിടിക്കണം കേട്ടോ. അവർ പിരിയോ പിരിയാതിരിക്കോ, ഇനി അവരെ പിരിച്ചില്ലെങ്കിലും വേണ്ടിയല്ല, എന്നെ എൻ്റെ മനുവേട്ടനെയും തമ്മിൽ അകറ്റാന്ന് ഓർക്കുന്നെങ്കിൽ അത് ഒരിക്കലും നടക്കത്തില്ല, എൻ്റെ മനുവേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഏത് പുരുഷനും ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. രാഹുൽ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവൻ്റെ ചതിയൊന്നും എൻ്റെ മോൾക്ക് അറിയത്തില്ലല്ലോ, അങ്ങനെ അറിയുന്ന നിമിഷം അവൾ തകർന്നു വീഴുമ്പം അവളെ ചേർത്ത് പിടിക്കാൻ എൻ്റെ മരുമോൻ വേണം, കിരൺ വേണം, അപ്പോൾ എന്ത് വില കൊടുത്തും അവനെ ഞാൻ മേടിച്ചേ പറ്റുള്ളൂ, അതെനിക്ക് സ്വന്തമാക്കിയേ പറ്റുള്ളൂ തിരിച്ച് എന്നിങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ക്രിസ്റ്റീന അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെല്ലുവാണ്. ക്രിസ്റ്റീനെ കാണുമ്പോഴത്തേക്ക് രതീഷിൻ്റെ അടുത്ത് സെക്യൂരിറ്റി ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു വശപ്പശ ഉണ്ടല്ലേ സാറേ എന്ന് പറയുമ്പോൾ, അത് വീട് ഇൻ്റർവ്യൂവിന് വന്നാ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മേഘന എന്ന് കിരണിനോട് പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിന് ആൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ കിരൺ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ക്രിസ്റ്റീനേനെ അകത്തോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അകത്തോട്ട് വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇല്ലേന്ന് ചോദിച്ച് അതൊക്കെ മേടിച്ച് കിരൺ പരിശോധിക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.